പൊളിഞ്ഞു പോയതാട്ടോ. ആ പൊളിഞ്ഞു പോയത് കുറേ ഭാഗം പൊളിഞ്ഞു പോയി. അത് വീണ്ടും നന്നാക്കി എടുക്കുന്നതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നമ്മൾ പുതിയത് ഫിറ്റ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാട്ടെ പഴയത് വീണ്ടും പൊളിഞ്ഞു പോയത് ഫിറ്റ് ചെയ്യാൻ തന്നെ. ആ പഴയ സീലിങ്ങിൻ്റെ കാലപ്പഴക്കം കൊണ്ട് എൻ്റെ ഫ്ലെക്സിബിളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് എൻ്റെ സ്ക്രൂവും റിബേറ്റ് അടിച്ചതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയതാണത്. അപ്പോൾ അതിൻ്റെ സ്ഥലം മാറ്റി വെക്കണം. അപ്പോൾ അതിൻ്റെ ഹോളുകൾ മാറ്റി വെക്കാനായിട്ട് അത് മൊത്തം അഴിച്ച് താഴെ ഇറക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്ന പൈപ്പ് കണ്ടോ, അലുമിനിയം ചതുരത്തിലുള്ള സ്ക്വയർ പൈപ്പ്. ആ സ്ക്വയർ പൈപ്പിൻ്റെ സ്ഥാനം ഇടത്തോട്ടോ വലത്തോട്ടോ ശകലം മാറ്റണം, രണ്ടും മാറ്റണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ലെവലിൽ നിന്ന് മാറ്റിയെങ്കിൽ അതിൻ്റെ പുതിയ ഹോൾ നമുക്ക് ഇടാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ റിബേറ്റ് വീണ്ടും ഫിറ്റ് ചെയ്തിട്ട് അഴിച്ച സ്ഥിതിക്ക് അത് തുടയ്ക്കണം. തുടച്ചെടുത്ത് പൊട്ടിപ്പോകാതെ വീണ്ടും നല്ല ഭദ്രമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. കാരണം വെച്ചാൽ ഇത് ചൂടൊക്കെ അടിച്ച് ഇതിൻ്റെ ആ ഒരു ഇലാസ്റ്റികതയൊക്കെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്.